അച്യുതൻ സാർ തന്നെ CM ആയി. അപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുകയല്ലേ. അപ്പോൾ ആ സമയത്താണ് എനിക്ക് സെബിയിൽ എനിക്ക് NOC തന്നതാണ്. സെബിയിൽ ആക്ച്വലി ഇൻ്റർവ്യൂവിന് പോകാൻ NOC തന്നതാണ്. അപ്പോൾ ഞാൻ NOC വാങ്ങിച്ച് ഇൻ്റർവ്യൂവിന് പോയിട്ട് എനിക്ക് ഭാഗ്യവശാൽ സെലക്ഷനായി കഴിഞ്ഞിട്ട് അത് വലിയ ഹൈ പവർ കമ്മിറ്റിയാണ്. ക്യാബിനറ്റ് സെക്രട്ടറിയൊക്കെ വേണം അതിനകത്ത് ഇരിക്കാൻ. അങ്ങനെ ഇൻ്റർവ്യൂ ആയിട്ട് വന്നു. സെലക്ഷനായി കഴിഞ്ഞ് എന്നെ ഇപ്പോൾ NOC തന്നതാണെന്ന് ഓർക്കണം. അത് കഴിഞ്ഞിട്ട് റിലീവ് ചെയ്യാൻ വന്നപ്പോൾ അന്ന് ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സർവീസ് ഇവിടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട MA ബേബി സാർ അങ്ങനെ ഒരു പൊസിഷൻ എടുത്തപ്പം VS സാർ പറഞ്ഞു അപ്പോൾ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റും പബ്ലിഷ് ചെയ്ത് സെലക്ഷനും വരുന്നില്ല. വല്ലാത്തൊരു വിഷമമായത്. അത് ശരിക്കും ഒരു വിഷമമായി. അപ്പം ഞാൻ പോയിട്ട് അപ്പോഴത്തേക്കും എൻ്റെ ജോലി ശൈലിയും എൻ്റെ രീതികളും ഒക്കെ എനിക്ക് തോന്നുന്നു അച്യുതൻ സാറിനും കുറച്ചുകൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു കാലഘട്ടം കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക പോയി പല പ്രാവശ്യം വീട്ടിൽ പോയി. എനിക്ക് തോന്നുന്നു ഞാൻ കാണാത്ത മിനിസ്റ്റേഴ്സൊന്നും ആ ക്യാബിനറ്റിലില്ല. എല്ലാവരും പറയുന്നത് എനിക്ക് സെലക്ഷൻ കിട്ടി, എന്നെ വിടണം, എൻ്റെ കരിയറാണെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേര് ആഗ്രഹിച്ചിട്ടുണ്ട്. MA ബേബി സാർ ഒരു പൊസിഷൻ എടുത്തു. അത് ഞങ്ങൾക്ക് എബ്രാഹിമിനെ കൊണ്ട് കൂടുതൽ ആവശ്യമുണ്ടെന്നുള്ളത് ന്യായമായിട്ടുള്ള ഒരു ആവശ്യമായിരിക്കും. ഇപ്പോൾ VS സാറിനെ പിന്നെ അത് റിസോൾവ് ചെയ്യാൻ പറ്റത്തുള്ളല്ലോ. ഇപ്പോൾ VS സാറിൻ്റെ അടുത്ത് പോയി. അപ്പം VS സാർ പറഞ്ഞു, ഞാൻ എന്നിട്ട് അവസാനം ഒരു വാചകം പറഞ്ഞു, അതിപ്പോഴും മനസ്സിലിങ്ങനെ തെളിഞ്ഞ് കിടക്കുക, എല്ലാവരെയും സാറ് വിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം തീരെ ഈ എന്താ പറയുക ഇമോഷണലായിട്ടുള്ള ഒരു ഇത് കാണിക്കാത്തൊരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കസേരയിലിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സൈഡിലിരുന്നുകൊണ്ട് പറഞ്ഞു, എല്ലാവരെയും സാറ് വിടുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ഈ കയ്യിലിങ്ങനെ പിടിച്ചു പറഞ്ഞു, എല്ലാവരെയും വിടുന്നത് പോലെ അല്ലല്ലോ നിങ്ങളെ വിടുന്നത് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയിട്ടുള്ള ഈ 43 വർഷം കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു റിക്കഗ്നിഷനാണ്. സംബഡി ലൈക്ക് അച്യുതൻ സാർ. എന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ആളെ ചെവിക്കുറ്റിക്ക് അടിച്ച് പുറത്താക്കുമെന്ന് പറഞ്ഞ ആൾ എൻ്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അന്ന് ഷീല തോമസ് മാഡമായിരുന്നു. അപ്പോൾ ഷീല തോമസ് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ വയ്യ മാഡത്തിന് ഈ ഒരു കാഴ്ച കണ്ടിട്ട്. അതായത് ഇത്രയും നാളത്തെ പരിചയത്തിൽ VS അങ്ങനെ ഒരു അദ്ദേഹം അങ്ങനെ ഒരു ഇമോഷണലായിട്ടൊരു ഇത്. അപ്പോൾ എൻ്റെ കൈ കൂടി എല്ലാവരെയും വിടുന്ന പോലല്ല എന്ന് പറഞ്ഞ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറയാം. പക്ഷെ അത് തിരിഞ്ഞു നോക്കുമ്പം ഒരുപാട് ഞങ്ങൾ പഠിച്ചെങ്കിലും ഞാൻ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് നല്ല പ്രഗത്ഭരായിട്ടുള്ള ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. വിജയാനന്ദ് സാറ്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ രാജൻ ഗോബ്രഗഡെ, രാജീവ്, ഒരുപാട് പേരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പഠിച്ചു. അതായത് അതിൻ്റെ ആ കോൺസെപ്ച്വലൈസേഷൻ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഒരു എക്സ്പീരിയൻസ് എന്നൊരു കാര്യം. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ അതിനകത്തൊരു നിരാശയുണ്ട്. I think we lost about 10 years. നമ്മൾ ഒരു 10-15 വർഷം മുമ്പേ നമ്മൾ എവിടെ നിൽക്കണമായിരുന്നോ അവിടെ. ഇപ്പോൾ റൈറ്റ് ടു സർവീസ് ഡെലിവറി എനിക്ക് തോന്നുന്നത് 2005 വരേണ്ട ഒരു കാര്യം വന്നു, ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോയില്ല. അങ്ങനെ ഓരോ കാര്യവും എടുത്ത് നോക്കുമ്പം ഈ ഇനീഷ്യേറ്റീവ്സ് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ ഒരു നിരാശ ഈ MGPയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ എവറിത്തിങ് ആസ് ഇറ്റ്സ് ടൈം എന്ന് നമ്മൾ വിശ്വസിക്കണമല്ലോ. അതിപ്പം ബ്ലോസം ചെയ്ത് നല്ല രീതിയിൽ അന്ന് കിഫ്ബി എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിനകത്തും ഉണ്ടായിരുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആം ഗവൺമെൻറ്റിൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആം ഉണ്ടാക്കണമെന്നുള്ളത് അന്ന് എഴുതിയിരുന്നു. 243 കോൺസെപ്റ്റ് പേപ്പേഴ്സിൽ 1-2 അതിനെ ഡിവോട്ട് ചെയ്തായിരുന്നു. അതിനകത്ത് ഫിനാൻഷ്യൽ റിഫോം ഉണ്ടായിരുന്നു, ഫിസ്ക്കൽ ബഡ്ജറ്റ് റിഫോം ഉണ്ടായിരുന്നു, ഈ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊരു വലിയ റിച്ച് കോമ്പൻഡിയം ഓഫ് ഇതായിരുന്നു. പക്ഷെ അത് ഇംപ്ലിമെൻറ്റേഷനിൽ കുറച്ച് നിരാശ. അന്ന് ഏറ്റവും എതിർത്തത് VS ആയിരുന്നു. ADB ലോൺ അവെയിൽ ചെയ്യാൻ ആരൊക്കെ കൂടെ നിന്നു അവരെയൊക്കെ ജയിലിലടയ്ക്കുമെന്ന് പറഞ്ഞില്ല, ചെവിക്കുറ്റിക്ക് അടിക്കുമെന്ന് പറഞ്ഞു. ഒഫീഷ്യലി വൈൻഡപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു സെക്രട്ടറി അതിന് അപ്പോയിൻറ്റ് ചെയ്തു. ഞാനായിരുന്നു ആദ്യത്തെ സെക്രട്ടറി MGP എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം അത് മാത്രമല്ലായിരുന്നു, അന്ന് ഞാൻ സെക്രട്ടറി പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു കളർ വന്നതിന് ശേഷം അച്യുതൻ സാർ വന്നതിന് ശേഷം അത് ഫോർമലായിട്ട് അത് വൈൻഡപ്പ് ചെയ്തു. ഈ സെബിയുടെ കാര്യം പറഞ്ഞപ്പോൾ, സെബിയിലാണല്ലോ താങ്കളുടെ കരിയറിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ടെന്യൂർ സെബിയിലാണ്. സെബി താങ്കൾക്ക് ഒരുപാട് അപ്രീസിയേഷൻ നേടിത്തന്നു, ഒരുപാട് ശത്രുക്കളെ നേടുന്നു. മോസ്റ്റ് പവർഫുൾ എനിമി. പിന്നീട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയ ഒരാളുടെ ശത്രുത സമ്പാദിക്കാൻ അത്ര നിസ്സാരമായ കാര്യമല്ലോ. അടുപ്പിച്ചു. പക്ഷെ അത് ഈ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സിന് കിട്ടിയില്ല. അതിൽ ആക്ച്വലി ഡിസ്ബേഴ്സ്മെൻറ്റ് വളരെ കുറവാണ്. അതിനകത്ത് ഒരു കാരണം ഇപ്പോൾ കോടതി എൻഗേജ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേങ്കിൽ അത്
അതിൻ്റെ റീസൺസിലേക്ക് നമ്മൾ പോകാനായിട്ട് ടു ഏർലി ആണെങ്കിലും ഇൻവെസ്റ്റേഴ്സിന് അതിനകത്ത് ഒരുപാട് ബെനാമി ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതിനകത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്കൊന്ന് രാജേഷിന് അറിയാവുന്ന കാര്യമാണെന്ന് തോന്നുന്നു. ആ സമയത്ത് അവരുടെ വക്കീൽ വന്നിട്ട് പറഞ്ഞു 2 കോടി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം ഈ 2 കോടി ഇൻവെസ്റ്റേഴ്സ് വന്നപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായി, ഈ 2 കോടി ഇൻവെസ്റ്റേഴ്സ് ശരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണോന്ന്. അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതിൽ വലിയൊരു വിഭാഗം ബെനാമിയാണ്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്ലാക്ക് മണി ഇൻ സർക്കുലേഷൻ എന്ന് വേണം അതിനെ വിളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം ഇൻ ടേംസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആ സഹാറ കേസ് തന്നെയായിരുന്നു. അതിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ജഡ്ജ്മെൻറ്റ് എഴുതുമ്പം മെമ്പറാണല്ലോ, ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്, മെമ്പർ ജഡ്ജ്മെൻറ്റ് എഴുതിയപ്പോൾ ആ ജഡ്ജ്മെൻറ്റിനകത്ത് അന്ന് ചെയ്തിരുന്നു, ഞാനൊരു കാര്യം ചെയ്തിരുന്നു. എൻ്റെ ഒരു ടീമിനെ വിട്ടിട്ട് ബോംബെയിലെ ഒരു 4-5 കേസുകൾ നോക്കി, 4 കേസെന്ന് എൻ്റെ ഓർമ്മ, 4 കേസ് നോക്കിയിട്ട് ഇത് യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ടോ, ഇവർ തന്ന ലിസ്റ്റ്. അപ്പോൾ ഇവർ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് കണ്ട പേര് കല്യാണി എന്നുള്ള പേരാണ്. അവർ അപ്പം ഒരു 5 ലക്ഷം കല്യാണിയുണ്ട് ഈ 2 ഇതിനകത്ത്. അങ്ങനെ എല്ലാവരുടെയും പേര് കല്യാണി, അത് സൺ ഓഫോ ഡോട്ടർ ഓഫോ ഒന്നുമില്ല, കല്യാണി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് നോക്കുമ്പോൾ ഒന്നുമില്ല, കല്യാണി സൂറത്ത് കൽ, ഇങ്ങനെ ആയിരിക്കും ഇത്, അല്ലെ കല്യാണി രാജ്കോട്ട്, ഇങ്ങനെ ആയിരിക്കും ഇത് വരുന്നത്. അപ്പം നമ്മൾ നോക്കുമ്പോൾ അപ്പം അവരുടെ വക്കീലൊന്ന് പറയുന്നത്, അത് എന്നോട് പറയാണ്, കോടതി വളരെ രസകരമായിട്ട് തോന്നിയെന്ന് എന്നോട് പറയാണ്, അത് നമ്മൾ അർബൻ സെറ്റിങ്സിൽ മതി ഈ അഡ്രസ്സൊക്കെ. സൂറത്ത് കല്ലിൽ പോയി കല്യാണി എന്ന് ചോദിച്ചാൽ കല്യാണി അവർ കാണിച്ചു തന്നോളൂ. അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അഡ്രസ്സൊന്നും വാങ്ങിക്കുന്നത്. യഥാർത്ഥത്തിൽ എല്ലാം ബെനാമിയാന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 4 കേസിൽ പോയപ്പം 2 കേസ് അങ്ങനെ അഡ്രസ്സേ ഇല്ല. 2 കേസ് അഡ്രസ്സുണ്ട്, പക്ഷേ അവരുടെ പേരിൽ ഇങ്ങനെ പണം ഇട്ടതായിട്ടോ അവർക്കറിയത്തില്ല. ഏതോ ഒരു കേസിലോ മറ്റോ പറഞ്ഞു ആ പണം ഇട്ടത് ആരുടെ കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്ര അധികം ബ്ലാക്ക് മണി സർക്കുലേഷനിലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് ആണല്ലോ ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ആക്ച്വലി ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം അതിൽ കുറേ കൂടെ സീരിയസ് ആയിട്ട് ഗവൺമെൻറ്റും ടാക്സ് മിഷണറിയും എല്ലാവരും അത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുത്ത് അതിൻ്റെ സോഴ്സസിലേക്ക് നന്നായിട്ട് പോയിരുന്നെങ്കിൽ ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഈ ബ്ലാക്ക് എക്കോണമിയെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി. അപ്പം ഞാൻ ഈ 4 കേസസ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പം അത് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ അവർ പോയി. ഞങ്ങളുടെ സെബിയിൽ കഴിഞ്ഞാൽ അപ്പലേറ്റ് ട്രൈബ്യൂണലാണ്, സെക്യൂരിറ്റീസ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അതൊരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസാണ് അതിൻ്റെ ചെയർമാൻ നിയമം അനുസരിച്ച്. അപ്പം അവരത് നോക്കിയിട്ട് പറഞ്ഞു, ഞാനത് 4 വിട്ടതും അവരോട് പറയാതെ വിട്ടതും ശരിയായില്ല എന്ന് ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞു. അങ്ങനെ അത് ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെത് അപ്രൂവ് ചെയ്തു, എൻ്റെ ജഡ്ജ്മെൻറ്റ് അപ്രൂവ് ചെയ്തു. അപ്പം എൻ്റെ ഓർഡേഴ്സ് അപ്രൂവ് ചെയ്തു. സെബിയിൽ എടുക്കുന്നതിന് ജഡ്ജ്മെൻ്റ് എന്നല്ല വിളിക്കുന്നത്, ഓർഡേഴ്സ് അപ്രൂവ് ചെയ്തു. അത് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി പറഞ്ഞു ഞങ്ങൾ അപ്രൂവ് ചെയ്യുന്നതെന്ന് മാത്രമല്ല, ഈ മെമ്പറിൻ്റെ ലെവലിൽ ഈ 4 പേരെ കണ്ടുപിടിക്കാൻ അവരെ അറിയിക്കാതെ പോയതിനകത്ത് യാതൊരു കുഴപ്പവുമില്ല, അതും ഞങ്ങൾ അപ്ഹോൾഡ് ചെയ്യുന്നെന്നും പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റായിട്ട് ഓർഡർ റിസ്റ്റോർ ചെയ്തു. അത്ര ഗൗരവമുള്ളൊരു കാര്യമാണെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് മനസ്സിലായി. പക്ഷേ അത് ഫോളോ അപ്പ് ആവശ്യത്തിന് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഡിസ്ബേഴ്സൽസ് നടന്നിട്ടില്ല. ഡിസ്ബേഴ്സൽ നടക്കാത്തത് ആളുകൾ ക്ലെയിം ചെയ്താൽ ഇപ്പം പണം കിട്ടും. ഇപ്പം ഞാൻ അതിനകത്ത് പണം ഇട്ടിരുന്നു എന്ന് എനിക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ പണം കിട്ടും. പണം സെബിയുടെ കയ്യിൽ മാറ്റി തന്നെ വെച്ചിട്ടുണ്ട്, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ആളില്ല വന്നിട്ട് ഇത് രൂപ എടുക്കാനായിട്ട്. സഹാറ കേസിലാണ് ഏറ്റവും കൂടുതൽ ഫൈൻ ഗവൺമെന്റിന് കിട്ടിയതെന്ന് കേട്ടിട്ടുണ്ട്. 24,000 ആണ് എല്ലാം കൂടെ ഗവൺമെന്റിന് ഫൈനായി കിട്ടിയത്. ഫൈനായിട്ട് നമ്മൾ ഓർഡർ ഇട്ടത് 24,000 ആണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷെ അതിലേണ്ട 10,000ഓളം റിയലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. സഹാറയ്ക്ക് അത് മൊത്തം അടച്ചു തീർക്കാൻ. അതാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ കേസ് അത്ര കണ്ട് ഫോളോ അപ്പ് ചെയ്തില്ല. പക്ഷേ ഒരു റിഗ്രറ്റ് എനിക്കുള്ളത് ഗവൺമെൻറ് മെഷീനറിക്ക്, അത് പബ്ലിക് സിസ്റ്റത്തിന് അത് കുറേ കൂടെ ഡീപ്പായിട്ട് പ്രോബ് ചെയ്തിരുന്നെങ്കിൽ പല അണ്ടർലൈങ് ആയിട്ടുള്ള വീക്ക്നെസ്സസും കൂടെ നമുക്ക് അന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. സിസ്റ്റമിക് വീക്ക്നെസ്സസ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇന്നിപ്പം നമുക്ക് ബ്ലാക്ക് മണി എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ എ ടോക്കിംഗ് കോൺവെർസേഷണൽ ഐറ്റം. പക്ഷേ ഹൗ ഡസ് ബ്ലാക്ക് മണി കം, വേർ ഡസ് ഇറ്റ് ഗോ എന്ന് അന്ന് ഒരു സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ ഒരുപാട് ഫോംസ് ഓഫ് കറപ്ഷൻ ഇൻക്ലൂഡിങ് ബ്യൂറോക്രാറ്റിക്, കൺട്രാക്ച്വൽ, പൊളിറ്റിക്കൽ കറപ്ഷന് ഒരു വലിയൊരു അറുതി വരെ അങ്ങനെ ഒരു ചെറിയൊരു ലോസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈവൻ ദോ വി ആർ ഓൾ ഹാപ്പി അബൌട്ട്
the order and things like that. ഇങ്ങനൊരു could have been done എന്നുള്ളത്. ഒമിത പോളിനെതിരേക്ക് നടപടി വരുന്ന സമയത്തുള്ള പ്രണാബുമായിട്ടുള്ള ഒരു കൺഫ്രണ്ടേഷൻ എന്താണെന്നൂടെ പറയാം. എങ്ങനെയായിരുന്നു? You are making me go back into a lot of my buried past. അതുകൊണ്ട് അദ്ദേഹം ഞാൻ പറയുന്നത് ശരിയല്ല, അദ്ദേഹം ഇന്നില്ല നമ്മുടെ കൂട്ടത്തിൽ. ഈസ് നോ മോർ ദെയർ. ബട്ട് വാട്ട് ഐ ഫെൽറ്റ് വാസ്, ഞാനൊരു സെൻറ്റൻസിലെയാണ് പറയാം, ഐ ഫെൽറ്റ് ദറ്റ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് സെബി വാസ് ബീങ് കോംപ്രമൈസ്ഡ് to an extraordinarily extraordinary degree. അത് ഒരു പബ്ലിക് സിസ്റ്റത്തിന് നല്ലതല്ല എന്ന് ഒരു തോന്നലുണ്ടായി. ആ തോന്നലിൽ നിന്നാണ് ആ ഒരു പൊസിഷൻ പോയിൻ്റ് റേസ് ചെയ്യുകയും ആ പോയിൻ്റ് ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്ററിന് കത്തയക്കുകയൊക്കെ ചെയ്യാനുള്ള കാരണം നമ്മൾ കത്തയക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു വേണമല്ലോ. നമ്മളുടെ മിനിസ്റ്ററാണെന്ന് ഓർക്കണം, സെബിയുടെ മിനിസ്റ്ററാണ് പ്രണാബ്. അപ്പം ഒരു ആഗണൈസിങ് മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ കത്തയക്കണോ അയക്കണ്ടേ, അയച്ചില്ലെങ്കിൽ എനിക്ക് റെമഡി എന്തുവാ? ഞാനിത് കാണുന്ന ഐ എം കൺവിൻസ്ഡ് ദാറ്റ് ദ സിസ്റ്റം ഇസ് കോംപ്രമൈസ്ഡ്. ആൻഡ് ഇഫ് ഐ എം കൺവിൻസ്ഡ് ദാറ്റ് ദ സിസ്റ്റം ഇസ് കോംപ്രമൈസ്ഡ്, വാട്ട് ഡു ഐ ഡു? ടു ഹൂം ഡു ഐ ഗോ? ആൻഡ് ഞാൻ പറയേണ്ടിയ എല്ലാ ലെവൽസിലും ഇത് എത്തിച്ചു. അവർ ഹെൽപ്ലെസ് അല്ലേ ഈ ഒരു സിറ്റുവേഷനിൽ? ആർക്കും അന്ന് എനിക്ക് ഉള്ള ഹൈൻസൈറ്റിൽ ഉള്ള ഇത് പറയാണ്, നോബഡി കുഡ് ആക്ച്വലി റിയാക്ട് ഓർ എഫക്റ്റീവ്ലി ഇൻ്റർവീൻ ഇൻ എ പോസിബിൾ ഇറോഷൻ ഓഫ് ദിസ് തിങ്. അങ്ങനെയാണ് കത്തയക്കേണ്ടി വന്നത്. കത്തയച്ചു വന്നപ്പം അതൊരു ഡിസിപ്ലിനറി ആക്ഷനിലേക്കും പോയി. ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഡിസിപ്ലിനറി ആക്ഷനിലേക്ക് പോയി. പക്ഷേ അവിടെ അവസാനം അത് അന്നത്തെ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് സാറിനോട് എത്തിയപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അവിടെ എഴുതിയ വാചകം, ദർ ഇസ് നത്തിങ് അൺലോഫുൾ അബൌട്ട് ആൻ ഓഫീസർ റൈറ്റിംഗ് ടു ദി പ്രൈം മിനിസ്റ്റർ എന്ന് ഫൈനലി എഴുതിയിട്ടാണ് അത് ക്ലോസ് ചെയ്തതെന്നാണ് അവിടെ വർക്ക് ചെയ്തിട്ടുള്ളവർ പറയുന്നത്. അപ്പോൾ അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പ്രോവിഡൻഷ്യൽ ഇൻ്റർവെൻഷൻ ആയിരുന്നു ആ സമയത്ത്. ബൈപാസ് ചെയ്തു എന്നുള്ളതാണ്. അതെ, പക്ഷെ അവിടാണ് ആ ട്രിക്കി സിറ്റുവേഷൻ വരുന്നത്. I can't go and talk to a minister in which I am. Yeah, I understood, but ഇങ്ങനൊരു കറപ്ഷൻ കണ്ടെത്തുമ്പോൾ, സിസ്റ്റമിക് ആയിട്ടുള്ള ഒരു ഇറഗുലാരിറ്റി കണ്ടെത്തുമ്പോൾ, naturally you should first approach the minister. But yes, from a commonsensical point of view, what you're saying is right. But put yourself in my position and think about it. I'm 100% sure you wouldn't have done it, given the situation. But yes, proprietary would have demanded that I think. But അത് അങ്ങനെ അത്ര ഒരു സാഹചര്യം അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വിസിൽ ബ്ലോവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരത്തില്ലായിരുന്നല്ലോ. ഈ വിസിൽ ബ്ലോവർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വന്ന എവല്യൂഷൻ നോക്കുമ്പം ഇറ്റ് ഈസ് ബിക്കോസ് യുവർ വിസിൽ ബ്ലോയിങ് ഹാസ് ടു ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റ് ഉണ്ടായിരുന്നു. ബട്ട് ഐ ആം സെയിങ് എനിവേ ഇറ്റ്സ് ഓൾ പാസ്റ്റ് അസ് നൗ. പ്രണാബിനെ ചൊടിപ്പിച്ച എന്താണ്? താങ്കൾ ഡയറക്റ്റായിട്ട് PMOയിൽ പോയി എന്നുള്ളതാണോ, അതോ ഈ ഉമിത പോൾ ആണ് ടാർഗറ്റ് എന്നുള്ളതാണ്? വളരെ വളരെ എന്താ പറയുക, വളരെ കോൺട്രവേഴ്സ്യൽ ഏരിയയിലേക്ക് ഞാൻ പോകേണ്ടി വരും. അതുകൊണ്ട് ഐ തിങ്ക് വി വിൽ റിസർവ് ഇറ്റ് ഫോർ എ പ്രൈവറ്റ് കോൺവെർസേഷൻ. കണക്റ്റഡ് ആയി ചോദിക്കുകയാണ്, മൻമോഹൻ സിംഗിന്റെ വളരെ ട്രസ്റ്റഡ് ഓഫീഷ്യൽസിൽ ഒരാളായിരുന്നു താങ്കൾ. വളരെ അടുപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിന് താങ്കളുമായിട്ട്? ഇല്ല, അങ്ങനെയില്ല. നമ്മളെക്കുറിച്ചൊക്കെ ഉള്ള ഫീഡ്ബാക്ക് അവിടെ പോത്തതല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു ഫീഡ്ബാക്ക് പോയി. എനിക്ക് അവിടെ ഈ ഒരു കേസ് വന്നപ്പം ഞാൻ ഈ കത്തിനകത്ത് എൻ്റെ മൈ സെക്യൂരിറ്റി ഈസ് കോംപ്രമൈസ്ഡ് ആയേക്കും എന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. അന്ന് അദ്ദേഹം തന്നെ ഈ ഗേവ് ഇൻസ്ട്രക്ഷൻസ് ടു IG of പോലീസ്, അവിടെയുള്ള IGF PM-ൻ്റെ അവിടെ നിന്ന് IGF പോലീസ്. ആൻഡ് ഐ വാസ് അണ്ടർ പോലീസ് പ്രൊട്ടക്ഷൻ ഫോർ സം ടൈം. പക്ഷേ പിന്നെ അതൊരു വയബിൾ ഫോം ഓഫ് ലിവിങ് അല്ലല്ലോ നമ്മളുടെ. അപ്പം സോ ഐ ഗേവ് ഇറ്റ് അപ്പ് ആൻഡ് ഐ സെഡ് ഐ എം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഐ സോർട്ട് ഓഫ് റിയലി. പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആക്ച്വലി അതിൽ കൂടുതൽ ക്ലോസ്നെസ് ഒന്നും അദ്ദേഹമായിട്ട് ഉണ്ടായിട്ടില്ല.